ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളെ റാസൽ കൈമയിലേക്കാണുള്ള യാത്രയിലാണ്. ദേ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളെ നമ്മൾ കാണുന്നു. നാച്ചുറൽ ട്രഷർ എന്നുള്ള ഒരു ഫാമിലേക്കാണ്. റാസൽ കൈമയിലെ ഒരു സ്വർഗം എന്ന് വേണേൽ പറയാം. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എമിറാത്തിയായ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഫാമാണിത്. ഇതിനകത്ത് കാണുന്ന കാഴ്ചകളും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമുക്ക് കുടുംബമായിട്ട് വന്ന് കാണുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പിന്നെ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് ക്യാൻവാസിലേക്ക് പകർത്തിയെടുക്കാനായിട്ടാണ് നമ്മൾ ചിത്രരചന സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ബേസിക് കാര്യങ്ങളായ സ്കെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കളറുകൾ മിക്സ് ചെയ്യുന്നു. ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ പെയിന്റ് ചെയ്യുന്ന ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന രീതി തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആകാനാണ് ശ്രമിച്ചത്. കാരണം പ്രകൃതിയെ വരയ്ക്കുമ്പോൾ എപ്പോഴും അബ്സ്ട്രാക്ട് സ്റ്റൈലിലേക്ക് പോകുന്നതിനെക്കാട്ടും തന്നെ കുറച്ചുകൂടി റിയലിസ്റ്റിക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പം പല ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ കളറുകളും വെച്ച് അതിൻ്റെ ഫൈനൽ ഇതിലേക്ക് പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടത് അത്ഭുതകരമായ ഒരു കാര്യം, അത്ഭുതം എന്ന് പറയാൻ കഴുതയെ നമ്മുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഒരിക്കലും സൃഷ്ടിപരമല്ല. അവിടെ കണ്ട ഒരു കഴുതയെ നമ്മൾ അതിൻ്റെ ഭാഗമാക്കി മാറ്റി. അപ്പൊ ചിത്രത്തിന് കുറച്ചുകൂടി ജീവൻ വെച്ചു എന്ന് വേണം പറയാനായിട്ട്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് സമ്മാനിച്ചത് മറക്കാനാത്ത അനുഭവങ്ങളാണ്. വഴിയിലുടനീളം ഒട്ടകങ്ങളും സ്വതന്ത്രമായ സഞ്ചരിക്കുന്ന കാഴ്ചകളും മരുഭൂമിയുടെ സൗന്ദര്യം ഇന്നും മനസ്സിൽ നിറഞ്ഞത്. ഇതൊരു ചിത്രരചന മാത്രമായിരുന്നില്ല, പ്രകൃതിയെയും കലയെയും വീണ്ടും ബന്ധിപ്പിക്കാനുള്ള ഒരു മനോഹരമായ ഒരു അനുഭവമായിരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.